റീസെൻ്റ്ലി ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ വൈബ്രേഷൻ ഫ്രീക്വൻസി എങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ വൈബ്രേഷൻ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ നിർമ്മിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗം അട്രാക്റ്റ് ചെയ്യാനായിട്ട് വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അതായത് ഒരു വസ്തുവിൽ അതിൻ്റേതായ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്, നമുക്ക് നമ്മുടേതായ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്. സോ വസ്തുവിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ വസ്തു നമ്മളിലേക്ക് അട്രാക്റ്റ് ആകണമെങ്കിൽ ആ വസ്തുവിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്തിയാലേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നമ്മൾ അത്രയും മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്. വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് നമുക്ക് ഒരുപാട് റേഞ്ച് പലപ്പോഴും താഴേക്ക് പോകുന്നുണ്ട്. അതായത് കൂടുതലും നമ്മൾ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കുമ്പോഴാണ് വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും 7 പ്രാക്ടിക്കൽ വേസിലൂടെ, അതായത് 7 പരിശീലനങ്ങളിലൂടെ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാർഗങ്ങളാണ് പറയുന്നത്. എപ്പോൾ വേണോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. വീട്ടിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ വാട്സപ്പ് ഫാമിലിയിലേക്ക് അസോസിയേറ്റ് ചെയ്യാം. കൂടാതെ അവിടെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംശയങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. ഒരുപാട് അറിവ് അവിടെ നിന്ന് കിട്ടും. എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിൽക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇന്ന് വരെ സപ്പോർട്ട് തന്ന എല്ലാ ആൾക്കാർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത് 7 വഴികളിലൂടെ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാർഗങ്ങളാണ്. അത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ വേഗം അട്രാക്റ്റ് ചെയ്യാനും, അതുപോലെ നമ്മുടെ ഈ ഫ്രീക്വൻസി ലെവൽ എപ്പോഴും ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് പോകാനും സഹായിക്കും. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒന്നാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരാകുക. അപ്പോൾ എന്താ നന്ദിയുള്ളവരാകുക? നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ എന്തിനോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം മനസ്സിലാക്കണം. ഫസ്റ്റ് നമ്മൾ മെയിനായിട്ട് നമുക്ക് അന്നും ഒരു ജീവൻ നമുക്ക് കിട്ടി, റൈറ്റ്? എത്രയോ ആൾക്കാർ അവരുടെ ലാസ്റ്റ് ഉറക്കമായിരിക്കും അത്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കൊരു പുതിയ ദിവസം കിട്ടി. അപ്പം ആ പുതിയ ദിനത്തിന് നന്ദി പറയാം. ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും പറ്റുന്നു, നന്ദി പറയാം. കൈ കാലുകൾ അനക്കാൻ പറ്റുന്നു, ചലിക്കാൻ പറ്റുന്നു, സ്വയം എണീറ്റിരിക്കാൻ പറ്റുന്നു, നന്ദി പറയാം. എല്ലാത്തിനും എത്രമാത്രം നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുമോ അത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നന്ദി പറയാനുള്ള ഒരു മനോഭാവം എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉയർന്ന തലത്തിലുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ്. അപ്പം നമുക്ക് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ആകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മൾ നന്ദി പറയുന്നത് എപ്പോഴും എനിക്ക് ആ നിമിഷം ലഭിച്ച ഓരോ കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയുന്നത്, റൈറ്റ്? പക്ഷെ നമ്മൾ പരാതികൾ പറയുന്നതോ നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നം, എനിക്ക് മാത്രം എന്താ ദുഃഖങ്ങൾ, എനിക്ക് മാത്രം എന്താ ബാധ്യതകൾ, ആ സമയങ്ങൾ മൊത്തം നമ്മൾ എന്താ പറയുന്ന പരാതികൾ, പരിഭവങ്ങൾ, കരച്ചിൽ, അതൊക്കെയാണ്. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴോ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ, നന്മകളെ നമ്മൾ ഓരോന്നും എടുത്ത് പറയുന്നു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേഷൻ ഫ്രീക്വൻസി ഗ്രാജുവലി ഹയറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ നേരിടുന്നത് സങ്കടം, ദുഃഖം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവും. ആ സമയത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ആ നിൽക്കുന്ന ആ ലെവൽ, ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ സഡനായിട്ടൊരു ചേഞ്ച് ഉണ്ടാവും ഗ്രാറ്റിറ്റ്യൂഡ് എണ്ണി പറയുമ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സ്നേഹവും ഉണ്ടാവും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ചിരിക്കുക, ലാഫിങ്. എപ്പോഴും ചിരിക്കാനും അല്ലെങ്കിൽ ആ ചിരി കണ്ടെത്താനും മറ്റുള്ള ആൾക്കാരെ ചിരിപ്പിക്കാനും ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് തരത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് നിർമ്മിക്കപ്പെടും. അതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏത് തരം സങ്കടങ്ങൾ, ദുഃഖമായാലും ചിരിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ഏതെങ്കിലും തരത്തിൽ എൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി താഴേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ സങ്കടാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ചാർലി ചാപ്ലിൻ്റെ വീഡിയോസ് എടുത്ത് കാണും, അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി. അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല മനസ്സിന് കുളിർമ നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള വീഡിയോസ് ഞാൻ കാണും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്
ഞാൻ നിൽക്കുന്ന ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നിന്നും ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ട്. ഇതെൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില കൂട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പം നമ്മൾ മതി മറന്ന് ചിരിക്കും അല്ലേ, അവരോടൊപ്പം തമാശകൾ പറഞ്ഞ് അല്ലെങ്കിൽ പണ്ടുണ്ടായ അനുഭവങ്ങൾ ഓർത്ത് നമ്മൾ ചിരിക്കും. ആ സമയത്തൊന്നും നമ്മൾ ഒരു തരത്തിലും ദുഃഖത്തെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പം നിങ്ങൾ നിരീക്ഷിക്കണം. ഇനി നിങ്ങൾ അടുത്ത ഒരു തലത്തിലേക്ക് പോകുമ്പോൾ, ഫ്രണ്ട്സിനോടൊപ്പം ചിലവഴിക്കുമ്പം ആ സമയത്തുള്ള ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി നിങ്ങൾ നിരീക്ഷിക്കണം. നിലവിൽ നിങ്ങൾ എന്താണോ അവസ്ഥ, അത് ചിരിക്കുമ്പോഴുള്ള അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ പ്രത്യേകത എന്താണെന്ന്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഡാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഡാൻസ്, നല്ലൊരു പാട്ടിട്ട് നന്നായിട്ട് ബോഡി മുഴുവനും ഇളകുന്ന തരത്തിൽ ഡാൻസ് കളിച്ച് നോക്കിയേ, നമ്മുടെ ബോഡിയിലെ എല്ലാ സ്ഥലത്തും എനർജി പാസ്സാവും. എല്ലാ സ്ഥലങ്ങളിലേക്കും എനർജി ഫ്ലോ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം മതിമറന്ന് നൃത്തം ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ബോഡിയിൽ മൊത്തം എനർജി ഫ്ലോ ഉണ്ടാവും. ആ എനർജി ഫ്ലോ എത്രമാത്രം ഹയറിലേക്ക് വരുന്നോ അത്രമാത്രം നമ്മൾ ഡിവൈനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ എനിക്കറിയില്ല, നൃത്തം ചെയ്യാൻ എനിക്കറിയില്ല, അതിനൊന്നും നിങ്ങളതിനൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജസ്റ്റ് ബോഡി നന്നായിട്ട് മൂവ് ചെയ്യുക, നല്ലൊരു പാട്ടിടുക, നന്നായിട്ട് ബോഡി മൂവ് ചെയ്യുക. ആ ഡാൻസ് കളിക്കണ മുന്നേയും ഡാൻസ് കളിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിരീക്ഷിക്കണം നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. മോസ്റ്റ്ലി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രകൃതിയുമായിട്ട് ഇടകലർന്ന് ജീവിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രകൃതിയുമായിട്ട് എന്തു പറയാനോ കുറച്ചും കൂടെ സ്നേഹത്തോടെയും കരുതലോടെയും പ്രകൃതിയിലൂടെയൊക്കെ നടക്കുക, ഓടുക, പ്രകൃതിയിലുള്ള മരങ്ങളും ചെടികളുമായിട്ട് സംസാരിക്കുക. സോ എത്രമാത്രം നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് ഇടകലർന്ന് ജീവിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി നിങ്ങളെ ഹയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചെറിയ ടിപ്പ് പറയുന്നത്, ഇടയ്ക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഇടയ്ക്ക് മാത്രമല്ല എല്ലാ ദിവസവും കഴിയുമെങ്കിൽ നിങ്ങൾ വൃക്ഷങ്ങളെ ഹഗ് ചെയ്യാനായിട്ട്, കെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ഉള്ളിലൂടെ എത്ര വലിയ സങ്കടങ്ങളായിക്കോട്ടെ, ഭാരമായിക്കോട്ടെ, ഹാർട്ട് ചക്രയിലുള്ള ബ്ലോക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ വൃക്ഷം, നമ്മൾ എപ്പോഴാണ് ഹഗ് ചെയ്യുന്ന ആ വൃക്ഷം പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ് ഒക്കെ വലിച്ചെടുക്കും. ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ജസ്റ്റ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ പരീക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. എന്നിട്ട് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എന്താണെന്ന്. പറഞ്ഞു വരുന്നത്, നമ്മളെ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രകൃതിയുമായിട്ട്, നമ്മുടെ നാച്ചുറുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയുന്നു, നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി നിങ്ങൾ ഹയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. യോഗ. പലപ്പോഴും യോഗ എന്ന് പറയുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്, അതായത് ബോഡിയെ വളച്ചൊടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെയല്ല. നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് യോഗാസ് ഉണ്ട്. അതായത് ശരീരത്തെ മനസ്സിലാക്കി, ശരീരത്തിനെയും മനസ്സിനെയും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പം ഈ യോഗയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടാൻ പറ്റും. എങ്ങനെയാണ്? നമുക്കൊരുപാട് മൈനർ ചക്രാസ് ഉണ്ട്. മേജർ ചക്രാസ് നമുക്കറിയാം, അതുപോലെ മൈനർ ചക്രാസ് ഉണ്ട്. അപ്പം യോഗ ഒക്കെ ചെയ്യുമ്പം നമ്മളെ കാലുകളിൽ നിന്നും നമ്മുടെ കൈകൾ അല്ലെങ്കിൽ തലവരെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യോഗ ചെയ്യുന്നത്. അപ്പോൾ ഈ കാലുകളിൽ നിന്നുള്ള എനർജി ഫ്ലോ നമ്മൾ മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്ന് ബോഡിയുടെ എല്ലാ തലങ്ങളിലേക്ക് എത്തി ഓരോ കോശങ്ങൾക്കും ഓരോ ടിഷ്യൂസിനും ആ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യോഗയിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു എനർജി ഫ്ലോ ബോഡിയുടെ എല്ലാ സ്ഥലത്തിലേക്ക് എത്തുമ്പോഴും ബ്ലോക്സ് ഒക്കെ പൊട്ടി മാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ആറാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടാൻ പറ്റുന്ന ആറാമത്തെ പോയിന്റ് ബ്രെത്ത് വർക്ക്, ശ്വസന പ്രക്രിയ. ശ്വസന പ്രക്രിയയിൽ നമ്മൾ പ്രധാനമായിട്ട് 3 തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ ഈ എനർജി സോഴ്സ് ഉണ്ടാകും, വയറിൻ്റെ ഭാഗത്തുള്ള എനർജി സോഴ്സിൽ അതിനെ ഉണർത്തി, അല്ലെങ്കിൽ ആ എനർജിയെ ഗ്രാജ്വലി ഉണർത്തി മുകളിലേക്ക് പുഷ് ചെയ്യുന്നൊരു വ്യവസ്ഥയാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ വെച്ച് ഈ പുഷ് ചെയ്ത് വന്ന ആ ഒരു എനർജി ഫ്ലോയെ നമ്മൾ പ്രപഞ്ചവുമായിട്ട്, അതായത് നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് വന്നു, അവിടെ നിന്ന് നേരെ മുകളിലേക്ക് നമ്മുടെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോസസ്സാണ് ഈ പുറത്തേക്ക് വന്ന ഡിവൈനുമായിട്ട് കണക്റ്റ് ആയ ആ ഒരു എനർജി ലെവൽ ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറ്റും.
അപ്പം ഈ വയറിൽ നിന്നും എനർജി സോഴ്സിനെടുത്ത് നമ്മൾ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് കൂട്ടണമെങ്കിൽ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ബ്രീത്ത് എക്സസൈസ് ആണ്. നമ്മുടെ ആഴത്തിലും അതുപോലെ സ്ലോ ആയിട്ടും, ആഴത്തിലും വളരെ പതുക്കെയും ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പുറത്തേക്ക് ശ്വാസം വിടുന്ന ഒരു എക്സസൈസ് ആണ് ശ്വസന പ്രക്രിയ അല്ലെങ്കിൽ ശ്വസന ബ്രത്ത് വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാ? വളരെ പതുക്കെയും ആഴത്തിലേറിയ ശ്വാസമാണ് എടുക്കേണ്ടതും പുറത്തേക്ക് വിടേണ്ടതും. ഇനി 7ാമത്തതും ഫൈനൽ പോയിന്റുമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മേജർ തിങ് ആണ്. നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പോയിന്റാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മിക്ക ആൾക്കാരും മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊക്കെ, ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ബ്രെത്ത് വർക്കിൽ ശ്രദ്ധിക്കും. ശ്വാസം പുറത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആ ഡിവൈനുമായിട്ട് കണക്ട് ആവുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയെ മെഡിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ എനർജി ലെവൽ ഹയറിലേക്ക് വരികയും വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പരിശീലിക്കുകയോ ഒന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക്കലി ശാന്താവസ്ഥയിലേക്ക് എത്തിക്കോളും. അതുപോലെ തന്നെ വൈബ്രേഷൻ ഫ്രീക്വൻസി കൂട്ടാനായിട്ട് വേണ്ടി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് വന്നോളും. ആക്ച്വലി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം, ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്തകൾ കുറഞ്ഞ് വരുന്നതായിട്ട് മനസ്സിലാവും. ബോഡി ശാന്താവസ്ഥയിലേക്ക് പോകുന്ന മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോകും. സോ ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് വന്നോളും. അതുപോലെ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവികതയിൽ നിന്നും നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് വരുന്നതും അതിലൂടെ നമ്മുടെ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്നതും അല്ലെങ്കിൽ അവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഓട്ടോമാറ്റിക്കായിട്ട് എനർജി ഡൗൺ ആവുന്നതനുസരിച്ച് ആ ഡിവൈനിൽ നിന്നും നമുക്ക് എനർജി കിട്ടുന്നതും റീചാർജ് ആവുന്നതും. സോ ബോഡി മൊത്തത്തിൽ എനർജിയാൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, വിഷ്വലൈസ് ചെയ്യാം. എപ്പോഴാണോ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ സിങ്കായി നമുക്ക് മനസ്സിലാവുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സന്തോഷത്തിലേക്കും ജോയ്ഫുൾ ആവും, ഹാപ്പിനെസ് കണ്ടെത്തും, ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സ്നേഹത്തിലായിരിക്കും, സമാധാനത്തിലായിരിക്കും, ശാന്തിയിലുമായിരിക്കും. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന 7 പോയിന്റുകൾ പറഞ്ഞു. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടും സംശയങ്ങൾ ചോദിക്കാം. ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും ദൈവത്തിൻ്റെയും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ശാന്തിയും അനുഗ്രഹങ്ങളും സമ്പദ് സമൃദ്ധിയും ഉണ്ടാവട്ടെ. താങ്ക് യു.